ഐ എം സോളി സ്റ്റീഫൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലേഡീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ കുറച്ച് പേര് പറഞ്ഞു ട്രാവൽ വീഡിയോ, ഡാൻസ്, ഇതൊക്കെ പാട്ട് ഇതൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഉടനെ ഉണ്ടാവും. ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലോട് കടക്കുകയാണ്. അപ്പം നമ്മൾ ലേഡീസിനോട് 80s 90s പറയുന്നത്, ഈ വീഡിയോസ് കാണുന്ന എല്ലാ ലേഡീസും കാണാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ലെങ്ത് ആണെങ്കിൽ നിങ്ങളിരുന്ന് കാണണം. അപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത് 80s 90s നിങ്ങൾ പണ്ടത്തെ കാലത്ത് നിങ്ങളുടെ പാരൻസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? 80s 90s അങ്ങനെ എന്തെങ്കിലും ഒരു എയിം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത് ലക്ഷ്യത്തിലോട്ട് എത്തിയെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. ഇല്ലാത്തതോട് ഞാൻ പറയണം, പണ്ടത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ട് മക്കളെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു എയിം, നമുക്കൊരു ഡ്രീം ഉണ്ടെന്ന് അവർ ചോദിച്ചറിഞ്ഞിട്ടില്ല. അവർ പഠിപ്പിച്ച് അവരങ്ങ് വരും. എല്ലാ പാരൻസുകളും ചിലർ തികച്ച് പറഞ്ഞത് കൂട്ടിലിട്ട കിളികളാണെന്ന് തന്നെ പറയാം. 80s 90s കൂട്ടിലിട്ട കിളികളാണെന്ന് പറയാം. അവർ കല്യാണം കഴിച്ചിട്ട് വിട്ട് പിന്നെ ഭർത്താവുമായിട്ട് അങ്ങനെ പോയി. പിന്നെ അവർക്കത് വേറെ അറിയേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ പഠിക്കണം, കലാപരമായിട്ട് പഠിക്കണം, ജോലിയൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മൂടി വെച്ചിട്ടാണ് നമ്മളങ്ങനെ കുടുംബമായിട്ട് വിവാഹം കഴിഞ്ഞങ്ങ് പോയത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം കാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ മടിച്ചിരിക്കാതെ മുന്നോട്ട് വരിക. നിങ്ങൾക്ക് ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ കുടുംബമായവരോട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് ഇന്നതുപോലെ ചെയ്യണം, ജോലി ചെയ്യണം, പഠിക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുക. ഭർത്താവിനോട് പറയാൻ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഭാര്യ കഷ്ടപ്പെടുകയാണ്. ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, മക്കളുടെ കാര്യങ്ങൾ നോക്കി, ഇതെല്ലാം ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ആവശ്യം. ഇല്ലാതെ ഭർത്താവൊക്കെ മരിച്ചു പോയവരോ ഡിവോഴ്സ് ആയവരോ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ, ഇനി എൻ്റെ ലൈഫിൽ വേറെ ആരുമില്ല. ചിലർ പറയും, ശരി, എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് ഭർത്താവില്ല, അപ്പോൾ ഞാൻ വേറെ കെട്ടിയിട്ട് ഇനി അങ്ങനെ ജീവിക്കാമെന്ന്. നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ മക്കൾ പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല, നമ്മുടെ ഭർത്താവ് അന്വേഷിക്കുന്ന ഒരു ഉറപ്പുമില്ല. നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എന്തെങ്കിലും സമ്പാദിച്ച് നമ്മുടെ കാര്യം നോക്കുക. നമ്മുടെ പാഷൻ, നമ്മുടെ ഒരു എയിം, അതിലോട്ട് മുന്നോട്ട് പോവുക. കെട്ടുന്നവർ കെട്ടിക്കോട്ടെ, പക്ഷേ കെട്ടിക്കഴിഞ്ഞിട്ട് ലൈഫ് വീണ്ടും സ്പോയിലായെന്നും പറഞ്ഞിട്ട് കിടന്ന് കരയാതെ നിങ്ങളുടെ ഒരു ലൈഫ്, നിങ്ങൾക്ക് എന്താണ് ഒരു എയിം, അതിന് വേണ്ടിയിട്ട് മുന്നേറുക. നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ ദൈവം തന്നെ സപ്പോർട്ടുണ്ട്. വീട്ടിലിരിക്കാതെ ഇങ്ങനെ ജോലിക്ക് പോയി വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കി, പിന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ലേ? എല്ലാവർക്കും ദൈവം അതിൻ്റെതായ കഴിവുകൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിറകൾ തന്നിട്ടുണ്ട്. പക്ഷേ പറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ സമൂഹത്തിലൊരു കയ്യടി നേടുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടോ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റമുള്ളൂ. പക്ഷേ ബാക്കിൽ